ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇനി ഞാനൊരു സ്പെഷ്യൽ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. നമ്മൾക്ക് എല്ലാം റിലേഷൻഷിപ്സിൽ എനിക്ക് മെസ്സേജസ് ഇൻഫാക്റ്റ് കിട്ടാറുണ്ട്. പേഴ്സണൽ റീഡിംഗ് ചെയ്യുമ്പോൾ ഇല്ലച്ചാൽ മെസ്സേജസ് നിങ്ങളുടെ കമൻസ് ഒക്കെ വായിക്കുമ്പോൾ ഇതെൻ്റെ ട്വിൻ ഫ്ലെയിം ആണോ, ഇതെൻ്റെ കാർമിക് റിലേഷൻഷിപ്പാണോ, ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണോ? അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഒരു റീഡിംഗ് കളക്റ്റീവിന് വേണ്ടിയിട്ടാണ് ചെയ്യണത്. നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സോൾമേറ്റ് കണക്ഷൻ ആണോ, കാർമിക് റിലേഷൻഷിപ്പ് ആണോ, ഓർ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണോ? ഇപ്പോൾ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ ഇവിടെ എന്താ വെച്ചാൽ, നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുക ഇത് എന്ത് കണക്ഷനാണെന്ന്? എന്താ വെച്ചാൽ നിങ്ങളുടെ ഇടയ്ക്ക് കുറേ പേർക്ക് ഇത് ഡിഫറൻസ് തന്നെ അറിയില്ല. കുറേ ഇങ്ങനെ വീഡിയോസ് നമ്മൾ കാണും, ട്വിൻ ഫ്ലെയിം കണക്ഷൻ പറഞ്ഞിട്ട്, ഇല്ലെങ്കിൽ കാർമിക് റിലേഷൻ എന്ന് പറഞ്ഞിട്ട്. ആൻഡ് നമ്മൾ അങ്ങനെ തന്നെയാണ് മാനിഫെസ്റ്റ് ചെയ്യണത് നമ്മളുടെ ലൈഫിൽ. പക്ഷേ നിങ്ങൾക്ക് ആക്ച്വലി അതിൻ്റെ ഡിഫറൻസ് അറിയോ, അത് അറിഞ്ഞിട്ടാണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണത്, അത് നമ്മൾക്ക് അറിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് വന്നിരിക്കണേ. നിങ്ങൾക്ക് ഓൾറെഡി ഡിഫറൻസ് അറിയാം വെച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി റീഡിങ്ങിലേക്ക് ചെല്ലാം. ഞാൻ ടൈം സ്റ്റാമ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ബേസിക് അറിയാം വെച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി റീഡിങ് കാണാം. പക്ഷേ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇത് അറിയില്ല വെച്ചാൽ ഞാൻ ഒരു ബ്രീഫ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യത്തെ ടോപ്പിക് നമ്മൾ ട്വിൻ ഫ്ലെയിം കണക്ഷൻ പറഞ്ഞിട്ട് കുറേ റീഡിങ്സ് ഞാൻ യൂട്യൂബിൽ കാണാറുണ്ട്. അപ്പോൾ ഈ ട്വിൻ ഫ്ലെയിം കണക്ഷൻ എന്താണ്? ട്വിൻ ഫ്ലെയിം എന്ന് വെച്ചാൽ നിങ്ങളുടെ സോളിൻ്റെ ട്വിൻ. ഓക്കെ, നിങ്ങളുടെ സോളിനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ട്വിൻ ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് ട്വിൻ ഫ്ലെയിം കണക്ഷൻ. നിങ്ങളുടെ മാതിരി തന്നെ നിങ്ങൾ അട്രാക്റ്റ് ആവും ഇമ്മീഡിയറ്റ്ലി. ഈ പേഴ്സൻ്റെ അടുത്ത് നിങ്ങൾക്കൊരു സ്ട്രോങ് ഒരു ഫീലിംഗ് ഉണ്ടാവും. പക്ഷേ ഇങ്ങനത്തെ റിലേഷൻഷിപ്പിൽ എപ്പോഴും ഒരു റണ്ണർ ചേസർ ഡൈനാമിക് ആണ്. എന്ന് വെച്ചാൽ ഒരു പേഴ്സൺ എപ്പോഴും മറ്റേ പേഴ്സണെ ചേസ് ചെയ്യണ മാതിരി. ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരു പേഴ്സണെ ഇഷ്ടമാണ്, എനിക്ക് ആ പേഴ്സൻ്റെ കൂടെ ഒരു റിലേഷൻഷിപ്പ് വേണം വെച്ചാൽ ഞാൻ തന്നെയാണ് കുറേ എഫേർട്ട് ഇടണം. പക്ഷെ ആ പേഴ്സൻ്റെ അടുത്തുനിന്ന് എഫേർട്ട് ഇല്ല. ഇൻഫാക്ട് അവരെപ്പോഴും കുറച്ച് ഇങ്ങനെ ഒരു അലൂഫായിട്ട് ഇല്ല വെച്ചാൽ അവരുടെ അടുത്തുനിന്ന് അങ്ങനെ ഒരു കമ്മിറ്റ്മെൻ്റ് ഒന്നും ഇല്ല പറഞ്ഞാൽ അങ്ങനത്തെ ഒരു എനർജി നിങ്ങൾക്ക് എപ്പോഴും തോന്നും അത് നിങ്ങൾ തന്നെയാണ് എഫേർട്ട് ഇടണം, മറ്റേ പേഴ്സൻ്റെ അടുത്തുനിന്ന് എഫേർട്ട് ഇല്ല. അതല്ലാണ്ട് അവർ ഇടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കും, കൺഫ്യൂസ് ചെയ്യും നിങ്ങളെ. പക്ഷേ ഒരു റണ്ണർ ചേസർ ഡൈനാമിക് എപ്പോഴും ഉണ്ടാവും. നിങ്ങൾ എഫേർട്ട് ഇടാൻ നിർത്തിയാൽ അവർ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരും. അപ്പോൾ കുറേ ഒരു കൺഫ്യൂസിങ് എനർജിയാണ് ഈ ട്വിൻ ഫ്ലെയിം കണക്ഷൻ. കുറേ റെയറാണ് ആക്ച്വലി. പക്ഷേ ഈ ട്വിൻ ഫ്ലെയിം കണക്ഷൻസ് ഒരു ലെസൺ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ലെസൺ നിങ്ങൾ ലേൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ട്വിൻ ഫ്ലെയിം കണക്ഷന് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇതൊരു ഹെൽത്തി കണക്ഷൻ അല്ല. ട്വിൻ ഫ്ലെയിം കണക്ഷൻ റെയർലിയാണ് റീകൺസിലിയേഷനിലേക്ക് പോവുക. എന്താ വെച്ചാൽ എപ്പോഴും ഇതൊരു റണ്ണർ ചേസ് ഡൈനാമിക് ആകുമ്പോൾ ഇതിലൊരു സ്റ്റെബിലിറ്റി ഇല്ല. ഓക്കെ, അപ്പോൾ അതാണ് ട്വിൻ ഫ്ലെയിം കണക്ഷൻ. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് കാർമിക് റിലേഷൻഷിപ്സ് ആണ്. കാർമിക് റിലേഷൻഷിപ്സും കുറേ ഡിഫിക്കൾട്ട് റിലേഷൻഷിപ്സ് ആണ്. ഈ അബ്യൂസീവ് റിലേഷൻഷിപ്സ് ഒക്കെ കാർമിക് റിലേഷൻഷിപ്സ് ആണ്. കുറേ പേര് ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായാലും അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ട. അത് എന്തുകൊണ്ടാണ്? എന്താ വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും സോൾ കോൺട്രാക്റ്റ് ആണ്. ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ ആണ് നിങ്ങളെ ഇപ്പോഴത്തെ ലൈഫിൽ അറ്റാച്ച് ചെയ്തിരിക്കണത്. അതുകൊണ്ടാണ് നിങ്ങൾ മീറ്റ് ചെയ്തിരിക്കണത്. ഈ പേഴ്സണും നിങ്ങളുടെ ഇടയ്ക്ക് എന്തോ ഒരു ആ കാർമിക് ഡെറ്റ് അത് ക്ലിയർ ആവണ വരെ, ആ കർമ്മ ക്ലിയർ ആവണ വരെ നിങ്ങൾ ഒരുമിച്ചുണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പിരിയുക. അപ്പോൾ കാർമിക് റിലേഷൻഷിപ്സും ഹെൽത്തി അല്ല, കുറേ ഡിഫിക്കൾട്ട് റിലേഷൻഷിപ്സാണ്. നമ്മൾ കുറേ റിലേഷൻഷിപ്സിൽ കാണും ഒരാൾ എപ്പോഴും ചീറ്റ് ചെയ്യണത്, എഫെയർ ഉണ്ടാവണത്. അത് കഴിഞ്ഞിട്ടും മറ്റേ പേഴ്സൺ ഈ പേഴ്സൻ്റെ കൂടെ തന്നെ കണ്ടിന്യൂ ചെയ്യണത്, ഇതൊക്കെ അറിഞ്ഞിട്ടും. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം ഇതാണ്, ഒരു കാർമിക് ഡെറ്റ് ഉണ്ട്. ആ കാർമിക് കണക്ഷൻ എൻഡ് ചെയ്യണ വരെ നിങ്ങൾ ഒരുമിച്ചാവും. അത് കഴിഞ്ഞാൽ നിങ്ങൾ പിരിയും. അപ്പോൾ കാർമിക് റിലേഷൻഷിപ്സും ഹെൽത്തി അല്ല. സോൾമേറ്റ് കണക്ഷൻ ഏറ്റവും ഈസി ഗോയിങ്, ഏറ്റവും ഒരു പീസ്ഫുൾ കണക്ഷനാണ്. ഈ പേഴ്സൺ എൻ്റെ സോൾമേറ്റ് ആണെന്ന് ആ ഫീലിംഗ് വരുന്നത് എന്താ വെച്ചാൽ ഈ പേഴ്സണെ കൂടെ ഏറ്റവും കംഫർട്ടബിളാണ്. ഈ പേഴ്സൻ്റെ കൂടെ നമ്മൾക്കൊന്നും
പേടിക്കാനില്ല, ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി ഉണ്ടാവും, എല്ലാം കാര്യങ്ങൾ സ്മൂത്ത്ലി മുമ്പോട്ട് പോകും. നിങ്ങൾക്ക് അത്ര ഒരു അങ്ങനെ കൂടുതൽ എഫേർട്ട് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ അവരും അത്ര തന്നെ എഫേർട്ടാണ് ഇടണത്. എല്ലാം കാര്യങ്ങളും നിങ്ങൾ കമ്പാറ്റബിളാണ്. കമ്പാറ്റബിലിറ്റി ഇല്ല വെച്ചാലും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അത് ഈ പേഴ്സണ് എനിക്ക് ഇപ്പോൾ ഹെൽപ്പ് ചെയ്യണം, അവർക്ക് എൻ്റെ ആവശ്യമുണ്ട്, അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് എല്ലാം കാര്യങ്ങൾ ചെയ്തു തരും, സപ്പോർട്ട് ചെയ്യും. അങ്ങനെ തന്നെ ഈ പേഴ്സണ് എന്തെങ്കിലും മറ്റേ പാർട്ട്ണറിന് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കുള്ള എനർജിയാണ് ഒരു സോൾമേറ്റ് കണക്ഷൻ. അതാണ് ഏറ്റവും ഹെൽത്തി കണക്ഷൻ നമ്മളുടെ ലൈഫിൽ ഉള്ളത്. മറ്റേ കാര്യം എന്താ വെച്ചാൽ നമ്മൾക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇതൊരു റൊമാൻറ്റിക് എനർജി മാത്രമായിട്ടാണ്. അങ്ങനെയല്ല. നമ്മളുടെ ലൈഫിൽ എല്ലാം റിലേഷൻഷിപ്സിൽ നമ്മൾക്ക് പറഞ്ഞാൽ എല്ലാം തരത്തിൽ റിലേഷൻഷിപ്സിൽ ഇങ്ങനെ ഒരു സോൾമേറ്റ് കണക്ഷൻ ഉണ്ടാവാം. അത് റൊമാൻറ്റിക് തന്നെ ആവണമെന്നില്ല. ചില സമയത്ത് നമ്മളുടെ പേരൻസ് നമ്മളുടെ സോൾമേറ്റായി ഫീൽ ചെയ്യും. സോൾമേറ്റ് മാത്രമല്ല, ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനും നമ്മൾക്ക് ഒരു നോൺ റൊമാൻറ്റിക് കണക്ഷനും ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആവാം. ഒരു കാർമിക് റിലേഷൻ കുറേ സിബ്ലിങ്സിൻ്റെ ഇടയ്ക്ക് എന്ന് വെച്ചാൽ ഒരു സിസ്റ്റർ ബ്രദറുടെ ഇടയ്ക്ക് ഇല്ല വെച്ചാൽ പേരൻസിൻ്റെ ഇടയിൽ നമ്മൾക്ക് ചിലപ്പോൾ ആ സപ്പോർട്ട് കിട്ടില്ല. കുറേ അബ്യൂസീവ് റിലേഷൻഷിപ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ എല്ലാം തരത്തിൽ എല്ലാം ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്സിൽ നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു ഡൈനാമിക് നമ്മൾ കാണും. ആൻഡ് നമ്മൾക്ക് ഒരു സോൾമേറ്റ് മാത്രമല്ല ലൈഫിലുള്ളത്, കുറേ സോൾമേറ്റ്സ് ഉണ്ടാവും. ഓക്കെ, എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു റൊമാൻറ്റിക് ആംഗിളിൽ മാത്രം നോക്കണ്ട. കുറേ ചില സമയത്ത് നമ്മൾക്ക് അങ്ങനെ തോന്നും ഈ പേഴ്സണെ നമ്മൾക്ക് മുമ്പ് തന്നെ അറിയാമെന്ന്, ഒരു ഫീലിംഗ് ഉണ്ടാവും, ഇൻസ്റ്റൻറ്റ് കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ബേസിക് എക്സ്പ്ലനേഷൻ ആയിരുന്നു. ഇത് നിങ്ങൾക്ക് മനസ്സിലായിച്ചാൽ നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ടാരോ റീഡിങ്ങിലേക്ക് ചെല്ലാം. ഇപ്പോൾ ടാരോയിൽ നമ്മൾ നോക്കാൻ പോണത് എന്താ വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണ്, ഒരു സോൾമേറ്റ് കണക്ഷൻ ആണോ, കാർമിക് റിലേഷൻഷിപ്പ് ആണോ, ട്വിൻ ഫ്ലെയിം ആണോ. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണതും അങ്ങനെ തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. കുറേ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു സോൾമേറ്റ് കണക്ഷൻ വേണം മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾക്കിപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ കണക്ഷൻ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. ഹായ്, അപ്പോൾ ഇത് പിക്ക് എ കാർഡ് റീഡിംഗ് ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഇവിടെ 3 കാർഡ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് കാർഡാണ് വേണ്ടത് വെച്ചാൽ ആ കാർഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല വെച്ചാലും കുഴപ്പമില്ല. നിങ്ങൾക്കെല്ലാം 3 കാർഡ്സിൻ്റെ എന്താ സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏതാണെന്ന്. അപ്പോൾ ഇതൊരു സിറ്റുവേഷൻ്റെ കാർഡ്സാണ് ആദ്യം നമ്മൾ എടുത്തിരിക്കണേ. ഇതൊക്കെ നമ്മൾ റിവീൽ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷനാണ് നമ്മൾക്ക് മനസ്സിലാവുക എന്താണെന്ന്. ആൻഡ് അതനുസരിച്ചിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാം ഇതൊരു ട്വിൻ ഫ്ലെയിം ആണോ, സോൾമേറ്റ് ആണോ, കാർമിക് ആണോ എന്ന്. അപ്പോൾ ആദ്യത്തെ കാർഡ് നമ്മളിവിടെ റിവീൽ ചെയ്യാൻ പോകുന്നത് 6 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ 6 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ. ഇത് ഒരു റീകൺസിലിയേഷൻ്റെ കാർഡാണ്, റീകൺസിലിയേഷൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഏതോ ഒരു പേഴ്സൺ തിരിച്ചു വരണു. ഓക്കെ, നിങ്ങളുടെ ലൈഫിലൊരു റീകൺസിലിയേഷൻ ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഇത് നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഈ 6 ഓഫ് കപ്സ് എന്താണ്? ചാരിയറ്റ്, അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഏതോ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരുന്നുണ്ട്. ഇത് ഉടനെ ഉണ്ടാവാൻ പോണ സംഭവമാണ്, അത്ര സമയം എടുക്കില്ല. എന്ന് വെച്ചാൽ ചാരിയറ്റ് കുറേ ഒരു ഫാസ്റ്റ് മൂവിങ് എനർജിയാണ്. അപ്പോൾ ഞാൻ കാണുന്നത് ഏതോ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരണു. ഇവിടെ ഒരു ഓഫറാണ് അവർ കൊണ്ടുവരണത്. ഈ ഓഫർ എന്താ വെച്ചാൽ കുറേ ഒരു സ്റ്റേബിൾ ഓഫറാണ്. അപ്പോൾ ഞാൻ കാണുന്നത് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് മനസ്സിൽ വെച്ചിട്ടാണ് ഈ പേഴ്സൺ ഈ ഓഫർ കൊണ്ടുവരണത്. കുറേ ഒരു സ്റ്റേബിൾ ഗ്രൗണ്ടഡ് ഓഫറാണ് ഇത്. അപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ പാസ്റ്റിൽ എന്താ ഉണ്ടായെന്ന് നോക്കാം. നിങ്ങളുടെ പാസ്റ്റിൻ്റെ എനർജി ഈ പേഴ്സൻ്റെ കൂടെ എന്തായിരുന്നു? നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഈ പേഴ്സൻ്റെ കൂടെ പാസ്റ്റിൽ എങ്ങനെയായിരുന്നു? പാസ്റ്റിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ജസ്റ്റിസിൻ്റെ എനർജി ആണ് കാണുന്നത്. അപ്പോൾ ജസ്റ്റിസ് കുറേ ഫെയർ ബാലൻസ്ഡ് എനർജിയാണ്.
കുറേ ഒരു ചില കേസസിൽ ഇത് മാരേജിൻ്റെ എനർജിയും ആവാം. അപ്പോൾ മാരേജ് അല്ല വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഒരു ഫെയർനെസ് ഉണ്ട്, ഒരു കാർമിക് എനർജി ഇവിടെ കാണാണ്ട്, കർമ്മ, ബാലൻസ്, ജസ്റ്റിസ് അതൊക്കെ കാണാണ്ട്. അപ്പോൾ ജസ്റ്റിസ് എന്താണ് ഇവിടെ? അപ്പോൾ ഡെത്ത് എനർജി ഉണ്ട് ഇവിടെ. ആൻഡ് കിങ് ഓഫ് വോൺസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഫയർ സൈൻ കാണാണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, സ്കോർപ്പിയോ ഉണ്ട്, ലീബ്ര ഉണ്ട്. അപ്പം ഞാനിവിടെ കാണുന്നത് എന്തോ ഒരു വലിയ മാറ്റമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായ പാസ്റ്റിൽ തന്നെ. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇതൊരു ഡിവോഴ്സിൻ്റെ എനർജിയും ആവാം. എന്താ വെച്ചാൽ ഡെത്തും ജസ്റ്റിസും ഒരുമിച്ച് വരുമ്പോൾ ഒരു റിലേഷൻഷിപ്പ് എൻഡായി, അതൊരു മാരേജ് ആയിരിക്കാം. അപ്പോൾ നിങ്ങളുടെ കല്യാണത്തിൽ നിങ്ങൾ മാരേജിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വെച്ചാൽ അതിലൊരു എൻഡിങ് ആണ് ഞാൻ കാണുന്നത് ഇവിടെ. എൻഡിങ് അല്ല വെച്ചാലും ഒരു സെപ്പറേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് വെച്ചാൽ ആ പേഴ്സൺ ആയിരിക്കും ഇവിടെ തിരിച്ചു വരുന്നുണ്ടാവുക നിങ്ങളുടെ ലൈഫിൽ, ഒരു ഓഫർ കൊണ്ടുവരണു. ഓക്കെ, അപ്പോൾ എന്താണ് ഫ്യൂച്ചറിൽ? ഫ്യൂച്ചർ എനർജി എന്താണ് ഇവിടെ? കിങ് ഓഫ് വോൺസ് ഉണ്ട് ഫ്യൂച്ചറിൽ. അപ്പോൾ കിങ് ഓഫ് വോൺസ് 2 പ്രാവശ്യം വന്നിരിക്കുന്നു. ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടവർ. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ആദ്യം ഒരു വലിയ ചേഞ്ചാണ്, വലിയ മാറ്റമാണ്. കിങ് ഓഫ് വോൺസ് ഒരു ഫയർ സൈൻ ആണ്. ഇവർ ആക്ഷൻ എടുക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ പോകുന്നുണ്ട്. എന്താണ് ഈ മാറ്റം? അപ്പോൾ ആദ്യം ഒരു നെഗറ്റീവ് എനർജിയാണ് ഞാൻ കാണുന്നത്. ഓക്കെ, എന്തോ ഒരു നെഗറ്റിവിറ്റി ഉണ്ട് ഇവിടെ. ക്ലാരിറ്റി ഉണ്ട്, എന്തോ ഒരു പുതിയ കമ്മ്യൂണിക്കേഷൻ കാണാണ്ട്, സഡൻ കമ്മ്യൂണിക്കേഷൻ ആവാം. അപ്പോൾ എന്തോ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഞാൻ ആദ്യം കാണുന്നത് ചില കാര്യങ്ങൾ പുറത്തു വരാൻ പോണു. ഇവർ പറയാത്തത് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങണു. ഈ പേഴ്സൺ തന്നെ ആയിരിക്കും നിങ്ങളോട് ഇതൊക്കെ പറയുന്നുണ്ടാവുക, പക്ഷേ അതല്ലച്ച വേറെ ആൾക്കാരുടെ വേറെ ആൾക്കാരായിരിക്കും നിങ്ങളോട് പറയുന്നുണ്ടാവുക ഈ പേഴ്സൺ ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കുറച്ചൊരു നെഗറ്റിവിറ്റി ആദ്യം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതൊരു സോൾമേറ്റ് കണക്ഷൻ അല്ല, ഇതൊരു കാർമിക് കണക്ഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത്. എന്താ വെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് കുറേ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇവിടെ ഒരു മാരേജോ ഇല്ല വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും ഒരു ലീഗൽ സിറ്റുവേഷനിലാണ്. ഇപ്പോൾ മാരേജ് ആയിരിക്കാം, ഇല്ല വെച്ചാൽ ഡിവോഴ്സ് ആയിട്ടുണ്ട് വെച്ചാൽ ഡിവോഴ്സ് ആവാം. പക്ഷെ എന്തായാലും ഈ പേഴ്സൺ തിരിച്ചു വരുന്നത് ആദ്യം ഒരു കാർമിക് കണക്ഷൻ മാതിരി ഒരു ഫീലിംഗ് ഉണ്ട് ഇവിടെ. ഓക്കെ, പക്ഷേ ഇതിൻ്റെ എൻഡിങ്ങും ഞാൻ കാണുന്നത്, ഔട്ട്കം കാണുന്നത് ഫ്യൂച്ചറിൽ അതും ഒരു നല്ല പോസിറ്റീവ് ഔട്ട്കം അല്ല. കുറേ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യണ ഔട്ട്കമാണ്. 9 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ, 3 ഓഫ് സോഡ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സൈക്കിൾ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് എന്താ വെച്ചാൽ നിങ്ങൾക്കിത് വേണം, പക്ഷേ അത് നിങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ അവിടെ കുറേ പെയിനും ഡിസപ്പോയിൻമെൻറ്റാണ്. അപ്പോൾ ഇതൊരു ക്ലിയർലി ഒരു കാർമിക് കണക്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ മെസ്സേജ് നിങ്ങളുടെ പേഴ്സൻ്റെ, അവരുടെ മനസ്സിലെന്താ മെസ്സേജ് ഉള്ളത് നിങ്ങൾക്ക് വേണ്ടി? ഈ പേഴ്സൺ അവരുടെ മനസ്സിൽ എന്താണുള്ളത്? ഇപ്പോൾ ഐ എം സോ അട്രാക്റ്റഡ് ടു യു. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സൺ തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്, പക്ഷേ ഇവിടെ അതിൻ്റെ ഔട്ട്കം പോസിറ്റീവ് അല്ല. എന്താ വെച്ചാൽ ഇതൊരു കാർമിക് ടൈ മാതിരിയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടാമത്തെ കാർഡ് ഞാൻ കാണുന്നത് 9 ഓഫ് സോഡ്സ് ആണ്. 9 ഓഫ് സോഡ്സ് കറൻറ്റ് സിറ്റുവേഷൻ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ കുറേ ടെൻഷൻ ഉണ്ട് ഈ സമയത്ത്, കുറേ ഒരു ഉറക്കമില്ലാത്ത എനർജി, ശരിക്കും ഉറക്കമില്ല രാത്രി. എന്തോ ഒരു ടെൻഷൻ ഉണ്ട് മനസ്സിൽ, കുറേ വിഷമമുണ്ട്. എന്താണ് ഈ 9 ഓഫ് സോഡ്സ് ഇവിടെ കാണുന്നത്? മൂൺ. അപ്പോൾ ഇതാദ്യം ഇമോഷൻസിൻ്റെ എനർജിയാണ്, സീക്രറ്റ്സ് ആണ്, നിങ്ങളുടെ ഫീലിങ്സ് ഒക്കെ നിങ്ങൾക്ക് ആരോടും തുറന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തോ ഇവിടെ നടക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ. എന്താണ് ഇതിൻ്റെ കാരണം? ഹൈറോഫാൻറ്റ്. അപ്പോൾ ഇവിടെ ഞാനൊരു മാരേജിൻ്റെ സിറ്റുവേഷനാണ് ആദ്യം കാണുന്നത്. മേ ബി നിങ്ങൾ മാരീഡ് ആയിരിക്കാം, അതല്ല വെച്ചാൽ നിങ്ങൾക്ക് ഈ പേഴ്സണെ കല്യാണം കഴിക്കണം എന്നുണ്ടാവും. അതല്ല വെച്ചാൽ ഈ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, അല്ല വെച്ചാൽ ഇതൊരു തേർഡ് പാർട്ടി മാതിരി ആവാം. ഓക്കെ, അങ്ങനെയും ആവാം. അപ്പോൾ എന്താണ് ഈ ഹൈറോഫാൻറ്റ് ചില സമയത്ത്
ഫാമിലി എനർജിയും ആവാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഫാമിലി ഈ റിലേഷൻഷിപ്പിൽ സമ്മതിക്കണില്ല, അങ്ങനത്തെ എനർജിയും ആവാം. അപ്പോൾ എന്തോ ഇവിടെ ഒരു സീക്രട്ട് മാരേജിൻ്റെ എനർജിയും കാണാണ്ട്. ഓക്കെ, അപ്പോൾ എന്തോ ഒരു സീക്രട്ട് പുറത്ത് വന്നു, നിങ്ങൾ അറിഞ്ഞു ഈ പേഴ്സൺ മാരീഡ് ആണെന്ന്, നിങ്ങൾക്ക് അറിയണ്ടായില്ല, അതുകൊണ്ട് വിഷമം. ഓക്കെ, അപ്പോൾ ഫൂൾ എനർജീൻ്റെ ഇവിടെ തൽക്കാലം ഞാൻ കാണുന്നത് ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്ത ഒരു കണക്ഷനാണ് ഇത്. ഓക്കെ, അപ്പോൾ എന്താണ് പാസ്റ്റിൽ ഉണ്ടായേ? നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് പാസ്റ്റിൽ ഫോർ സോഡ്. അപ്പോൾ പാസ്റ്റിൽ തന്നെ ഞാൻ കാണുന്നത് ഒരു സെപ്പറേഷനാണ്. ഓക്കെ, പാസ്റ്റിലും ഒരു സെപ്പറേറ്റഡ് എനർജി ആയിട്ടാണ് ഞാൻ കാണുന്നത്. എംപ്രസ് എനർജി ഉണ്ട് ഇവിടെ. അപ്പോൾ കുറേ അട്രാക്ഷൻ ഉണ്ട്, കുറേ ഈ പേഴ്സൻ്റെ കുറേ ചോയ്സസും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേഴ്സൺ മാരീഡ് ആയിരിക്കാം, അതല്ല വെച്ചാൽ നിങ്ങൾ മാരീഡ് ആവാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സൺ ഒരു ചോയ്സ് ഉണ്ടാക്കേണ്ടി വന്നു രണ്ടാൾക്കാരുടെ ഇടയ്ക്ക്, ആൻഡ് അവർ ചൂസ് ചെയ്തത് വേറെ പേഴ്സണാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കുറേ വിഷമം, നിങ്ങൾക്ക് അറിയണ്ടാവില്ല ഈ പേഴ്സൺ എന്താണ് ഒരു ഡിസിഷൻ എടുത്തണെന്ന് നിങ്ങൾക്ക് അറിയണ്ടാവില്ല. അവർ നിങ്ങളുടെ കൂടെയും ഉണ്ട്, വേറെ ഒരു പേഴ്സൻ്റെ കൂടെയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ കുറേ വിഷമമുണ്ട്. എന്താ വെച്ചാൽ ഇവിടെ എന്താ ഫ്യൂച്ചർ ഉള്ളത് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ ഈ പേഴ്സണ് കുറേ പറയണു, എനിക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം, കല്യാണം വേണം, എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് വേണം എന്ന് നിങ്ങൾ പറയുമ്പോൾ അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഫ്യൂച്ചർ ഉള്ളത് ഇവിടെ? ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ ഇതൊരു ക്ലിയർലി ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ്. ഓക്കെ, ഇതെന്താ വെച്ചാൽ ഒരു റണ്ണർ ചേസർ എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊരു ക്ലിയർലി ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനാണ്. അവരുടെ ഭാഗത്തിലും ഞാൻ കാണുന്നത് ഒരു ഇംബാലൻസ് ആണ്. ഇവിടെ ഒരു ബാലൻസ്ഡ് കണക്ഷൻ അല്ല. ഒരു പേഴ്സൺ ഇവിടെ കൂടുതൽ എഫേർട്ട് ഇടണു, മറ്റേ പേഴ്സൻ്റെ സൈഡിന് അത്ര എഫേർട്ട് ഇല്ല. 2 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ഇംബാലൻസ് ആണ്. രണ്ടാൾക്കാരുടെ ഇടയ്ക്ക് ഒരു പേഴ്സൺ ജഗിൾ ചെയ്യണു, നിങ്ങളും വേറൊരു പേഴ്സൺ, രണ്ടാളുടെ കൂടിയും അവരുടെ റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ഒരു ട്വിൻ ഫ്ലെയിമിൻ്റെ എനർജി കാണുന്നത്. 8 ഓഫ് പെൻറ്റിക്കിൾസ് ഇതൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യണു. ഓക്കെ, എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇവരെ വിട്ടു പോകാൻ പറ്റില്ല. സൺ ഔട്ട്കമ്മിൽ ഞാൻ കാണുന്നത് ക്ലാരിറ്റിയാണ്, എന്തോ ഒരു റെവലേഷൻ്റെ എനർജിയും ഉണ്ട് ഇവിടെ. അപ്പോൾ ഫൈനലി നിങ്ങൾക്ക് ഈ പേഴ്സണെ വിട്ട് ഇമോഷണലി നിങ്ങൾ ഡിസ്റ്റൻ്റ് ആവണു ഈ സിറ്റുവേഷനിൽ. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടിയും ക്ലിയറായി മനസ്സിലാവാൻ തുടങ്ങിയിരിക്കണു, ഇത് വർക്കൗട്ട് ചെയ്യില്ല എന്ന്. അപ്പോൾ നിങ്ങൾ ഐസൊലേറ്റ് ചെയ്യണു, ഈ പേഴ്സൻ്റെ അടുത്തുനിന്ന് ഡിസ്റ്റൻസ് വെക്കണു, ബ്രേക്കപ്പ് ഉണ്ടാവണു. അപ്പോൾ എന്താണ് ഈ പേഴ്സൻ്റെ മനസ്സിലുള്ളത്? തോട്ട്സ്, അവർക്ക് എന്താണ് പറയേണ്ടത്? ഐ റീപ്ലേ ആർ കോൺവെർസേഷൻസ് ഓവർ ആൻഡ് ഓവർ. അപ്പോൾ ഈ പേഴ്സണും അവരുടെ മനസ്സിലും ഇപ്പോൾ നിങ്ങൾ തന്നെയാണ്, പക്ഷേ ഇതൊരു ഫ്യൂച്ചർ ഇല്ലാത്ത റിലേഷൻഷിപ്പാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷനാണ്. അപ്പോൾ ലാസ്റ്റ് കാർഡ് ഇവിടെ 10 ഓഫ് പെൻറ്റിക്കിൾസ്. ഇത് ഒരു സ്റ്റേബിൾ എനർജിയാണ്, ഇതൊരു ഫാമിലിയുടെ എനർജിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എന്താണ് ഈ 10 ഓഫ് പെൻറ്റിക്കിൾസ്? 7 ഓഫ് വാൻഡ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ചില ബ്ലോക്സ് ഉണ്ട് കറൻ്റ്ലി ഈ സിറ്റുവേഷനിൽ. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്, ഇവിടെ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ഒരു മദർലി എനർജിയാണ്, ഒരു മദറുടെ എനർജി ആയിരിക്കാം, അതല്ല വെച്ചാൽ ഒരു വർക്കിംഗ് പേഴ്സൻ്റെ എനർജി ഇവിടെ കാണാണ്ട്. എന്താണ് ഈ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്? അപ്പോൾ ഇത് ഒരു ഫാമിലി ഇഷ്യൂ ആവാം. നിങ്ങളുടെ ഫാമിലിയിലെ ഏതൊരു പേഴ്സൺ അവരുടെ കൂടെ എന്തോ ഒരു ബ്ലോക്ക് ഉണ്ടാവണു. നിങ്ങൾ മാരീഡ് ആയിരിക്കാം, അതല്ല വെച്ചാൽ ഇത് മാരേജിൻ്റെ എനർജി അല്ല വെച്ചാൽ നിങ്ങളുടെ ഇത് ഫാമിലി പ്രശ്നമായിരിക്കാം. എവിടെയോ നിങ്ങളുടെയും ഒരു ഫാമിലി മെമ്പറുടെ കൂടെ എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട് ആ റിലേഷൻഷിപ്പിൽ. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യണു, എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ട് ഇത് ശരിയാവുമെന്ന്. പാസ്റ്റിൽ എന്താ ഉണ്ടായേ ഈ സിറ്റുവേഷനിൽ? പാസ്റ്റിൽ ഹൈ പ്രീസ്റ്റസ്. അപ്പോൾ പാസ്റ്റിൽ തന്നെ ഞാൻ കാണുന്നത് ഒരു സൈലൻസ് ആണ്. ഓക്കെ, ഇൻറ്റ്യൂഷൻ്റെ എനർജി കാണാണ്ട് ഇവിടെ. എന്താണ് ഈ ഹൈ പ്രീസ്റ്റസ്? വീൽ ഓഫ് ഫോർച്യൂൺ. അപ്പോൾ പാസ്റ്റിൽ ഞാൻ കാണുന്നത് എന്തോ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ഫേവറിലായിരുന്നു. ഓക്കെ, എന്താ വെച്ചാൽ ഏതോ ഒരു സിറ്റുവേഷനിൽ ഞാൻ കാണുന്നത് ഒരു റീകൺസിലേഷനാണ് പാസ്റ്റിൽ. ഏതോ ഒരു പേഴ്സൻ്റെ കൂടെ കാര്യങ്ങൾ ശരിയായി മുമ്പോട്ട് പോകാൻ തുടങ്ങിയിരിക്കുന്നു.
പക്ഷേ ആദ്യം ഇവിടെ ചില ബ്ലോക്സ് കാണാനുണ്ട് കറണ്ട് എനർജിയിൽ. അപ്പോൾ എന്തായിരിക്കും ഫ്യൂച്ചറുടെ എനർജി, ഫ്യൂച്ചർ കണക്ഷൻ, ഫ്യൂച്ചർ എനർജി എന്താണ്? അപ്പോൾ ഫ്യൂച്ചറിൽ 2 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് 5 ഓഫ് സോഡ്സ്. അപ്പോൾ ചില നെഗറ്റീവ് എനർജീസ് ഉണ്ട് നിങ്ങളുടെ ഫാമിലി ലൈഫിൽ. ഓക്കെ, 8 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ഫ്യൂച്ചറിലും ഞാൻ കാണുന്നത് 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി, 5 ഓഫ് സോഡ്സിൻ്റെ എനർജി, 2 ഓഫ് സോഡ്സ്. ഈ 2 ഓഫ് സോഡ്സ് എന്താണ്? അപ്പോൾ 2 ഓഫ് സോഡ്സ് ഒരു ഡിസിഷൻ്റെ എനർജിയാണ്. നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല, ഇവിടെ എന്താ വേണ്ടേ, മുമ്പോട്ടാണ് പോകണ്ടേ, ഇല്ല ഈ റിലേഷൻഷിപ്പ്, ഈ സിറ്റുവേഷന് എങ്ങനെയാണ് എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുക. അത് കുറച്ചൊരു സ്റ്റാഗ്നൻറ്റ് എനർജി ആയിട്ട് ഞാൻ കാണുന്നു. 5 ഓഫ് സോഡ്സ് ഇവിടെ നെഗറ്റിവിറ്റി കുറേ ഉണ്ട്, ഈഗോ പ്രശ്നങ്ങളുണ്ട്, കോൺഫ്ലിക്റ്റ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് വഴക്കുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ. ഓക്കെ, എന്താ വേണ്ടേ അറിയില്ല. 8 ഓഫ് പെൻറ്റക്കിൾസ് ഇവിടെ എന്താണ്? 3 ഓഫ് സോഡ്സ്. അപ്പോൾ ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ ലോസിൻ്റെ എനർജി കാണാണ്ട്. അപ്പോൾ ഇവിടെ ലോസ് 2 പ്രാവശ്യം വന്നിരിക്കുന്നു. അപ്പോൾ പാസ്റ്റിൻ്റെ എന്തെങ്കിലും ഹാർട്ട് ബ്രേക്ക് ഉണ്ട് വെച്ചാൽ അതിനെക്കുറിച്ച് കുറേ നിങ്ങൾക്ക് വിഷമമുണ്ട്. ഇതിങ്ങനെ ഉണ്ടായി പോയില്ലോ, പറഞ്ഞാൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വേണ്ട മാതിരി അല്ല മുമ്പോട്ടേക്ക് പോകണത്. അപ്പോൾ ഇതും ഞാനൊരു സോൾമേറ്റ് കണക്ഷനായിട്ടല്ല കാണുന്നത്, ഇതിലും കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ നിങ്ങൾ ഇതിൽ ഗിവ് അപ്പ് ചെയ്യാൻ തയ്യാറല്ല, ഇവിടെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണു. കുറച്ചൊരു ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ കാണാണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഇതിൽ എഫേർട്ട് ഇടണം എന്നുണ്ട്. എന്താണ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം? ടെമ്പറൻസ്. അപ്പോൾ ഇത് ഒരു ടെമ്പററി ഫേസും ആവാം കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് ഇവിടെ മനസ്സിലാവണത് എന്താ വെച്ചാൽ മേ ബി ഇത് വേറെ ആൾക്കാർ ക്രിയേറ്റ് ചെയ്യണ പ്രശ്നമായിരിക്കും. കുറച്ച് വെയിറ്റ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയണത്. എന്താ വെച്ചാൽ ആ സ്റ്റെബിലിറ്റി വരും. ഇതൊരു ജനറൽ എന്താ പറയുക, ഒരു സീരിയസ് കാര്യമല്ല. ഇതൊരു ഫേസ് മാതിരി നമ്മൾക്ക് എടുക്കാം. ഈ സമയം കഴിഞ്ഞാൽ കാര്യങ്ങൾ ഒരു ബാലൻസ്ഡ് ആവും. ഇവിടെ എനിക്ക് കൂടുതൽ തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻ്റ് ആണ് കാണുന്നത്. തേർഡ് പാർട്ടി എന്ന് വെച്ചാൽ ഫാമിലിയുടെ ഇഷ്യൂസ്. നിങ്ങളൊരു മാരീഡ് കപ്പിളാണ്, അങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു സോൾമേറ്റ് കണക്ഷനാണ്. പക്ഷേ പ്രശ്നം അവരുടെ ഭാഗത്തുനിന്നല്ല, പ്രശ്നം വേറെ ആൾക്കാരാണ് ക്രിയേറ്റ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഫാമിലിയുടെ കൂടെ ചേരില്ല, ഫാമിലിയുടെ കൂടെ പ്രശ്നങ്ങൾ, അങ്ങനത്തെ ഇഷ്യൂ ആണ് എനിക്ക് ഇവിടെ കാണുന്നത്. പക്ഷെ അതിലും ഞാൻ കാണുന്നത് ഒരു സ്റ്റെബിലിറ്റി വരും, ഒരു പീസ്ഫുൾ എനർജി വരും. ഇല്ലെച്ചാൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടും. എന്താ വെച്ചാൽ ടെമ്പറൻസ് ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ കൂടെയാണ് വന്നിരിക്കണേ. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് കുറച്ച് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ നിങ്ങൾക്ക് വേണ്ട മാതിരി ഇവിടെ ഒരു പുതിയ ബിഗിനിങ്, ഒരു പുതിയ തുടക്കമുണ്ട്. ഇവിടെ ലവ് കുറേ ഉണ്ട്. 7 ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ആദ്യം ടെമ്പറൻസ് എനർജി, ഞാൻ ബാലൻസ് കാണുന്നുണ്ട്, ഹീലിംഗ് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്തോ ഒരു എനർജി ഉണ്ട്, ഒരു സാബോട്ടാജിങ് എനർജി. ഓക്കെ, പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ആദ്യം നിങ്ങൾ ട്രൈ ചെയ്യുക, ഈ റിലേഷൻഷിപ്പിൽ ഗിവ് അപ്പ് ചെയ്യരുത്. എന്താ വെച്ചാൽ ഇവിടെ ഒരു പുതിയ തുടക്കമുണ്ട്, ബാലൻസ് ഉണ്ട്, ഹീലിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് സ്റ്റേബിൾ ആയിരിക്കുമോ? ഈ സിറ്റുവേഷൻ ഫ്യൂച്ചറിൽ എങ്ങനെ സ്റ്റേബിലിറ്റി വരുമോ? 5 ഓഫ് വാൻഡ്സ്. അപ്പോൾ ഇവിടെ ആദ്യം ഞാൻ വഴക്കാണ് കാണുന്നത്. പക്ഷേ ഇവിടെ ഒരു ഫ്രീ ആവണ എനർജി ഉണ്ട്. അപ്പോൾ ഈ വഴക്കുണ്ടായാലും നിങ്ങൾ ഇതിന്ന് പുറത്ത് വരും, അതാണ് എനിക്ക് ഒരു മെസ്സേജ് കിട്ടണത്. അപ്പോൾ ഇത് ഫാമിലിയുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും വഴക്കാണെന്ന് വെച്ചാൽ മേ ബി നിങ്ങൾ സെപ്പറേറ്റ് ആവുണ്ടാവും, വേറെ വീട് വാങ്ങിച്ച് അവിടെ ആയിരിക്കും നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ എന്തെങ്കിലും അല്ല വെച്ചാൽ നിങ്ങൾ ഈ ഫാമിലിയുടെ അടുത്തുനിന്ന് ദൂരെ പോയി വേറെ എവിടെയെങ്കിലും സെറ്റിൽ ചെയ്യണോ, അങ്ങനത്തെ എനർജിയും ഇവിടെ കാണാനുണ്ട്. അപ്പോൾ ഇതൊരു സോൾമേറ്റ് കണക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതൊരു കാർമിക് എനർജി പറയാം. ഒരു കാർമിക് എനർജി ഉണ്ട്. എന്താ വെച്ചാൽ ഈ 5 ഓഫ് വാൻഡ്സ് 2 പ്രാവശ്യം വന്നിരിക്കണു, വഴക്ക്, ഇൻ്റർഫിയറൻസ്. പക്ഷേ ഈ കാർമിക് എനർജി നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെ അല്ല, വേറെ ആൾക്കാരാണ് കൂടുതൽ ഇൻവോൾവ് ആവണത് ഇതിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാരീഡ് ആണ്, റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ അതിൽ അങ്ങനെ ഒരു പ്രശ്നമല്ല ഞാൻ കാണുന്നത്. പക്ഷെ വേറെ ആൾക്കാർ ഇതിൽ പ്രശ്നം ക്രിയേറ്റ് ചെയ്യണ എനർജി കാണാനുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ
മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് എന്താ വെച്ചാൽ യു ആർ ദ ബെസ്റ്റ് തിങ് ഇൻ മൈ ലൈഫ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു ഹസ്ബൻഡ് വൈഫ് ഇല്ല വെച്ചാൽ പാർട്ട്നേഴ്സിൻ്റെ ഇടയ്ക്ക് ഇല്ല പ്രശ്നമല്ല. ഈ പ്രശ്നം വേറെ ആൾക്കാർ ക്രിയേറ്റ് ചെയ്യണ പ്രശ്നമാണ്. അപ്പോൾ ഹസ്ബൻഡ് വൈഫിൻ്റെ ഇടയ്ക്ക് ഇല്ല വെച്ചാൽ പാർട്ട്നേഴ്സിൻ്റെ ഇടയ്ക്ക് കാര്യങ്ങളൊക്കെ നല്ലതാണ്. പക്ഷേ വേറെ ആൾക്കാർ ഇതിൽ കുറേ ഒരു നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യണു, അതുകൊണ്ട് പ്രശ്നങ്ങൾ വരണു. അപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ഇടയ്ക്ക് ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആവാം, പക്ഷേ നിങ്ങളുടെ സിറ്റുവേഷൻ വേറെ ആൾക്കാരുടെ കൂടെ അതൊരു കാർമിക് കണക്ഷൻ ആവാം. ഓക്കെ, അപ്പോൾ ഇതൊരു മിക്സ്ഡ് എനർജിയാണ് ഇവിടെ കിട്ടിയാണ്. പക്ഷേ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഏതാ കാർഡാണ് നിങ്ങൾ ചൂസ് ചെയ്ത് വെച്ചാൽ അത് കമൻറ്റ് ചെയ്ത് പറയുക. ഇത് ഇങ്ങനെ നിങ്ങൾക്ക് ഫോർമാറ്റ് ഇഷ്ടമായോ എന്ന് അതും പറയുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ അതും നിങ്ങൾക്ക് തന്നെ ബുക്ക് ചെയ്ത് പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പം ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ അതുവരെ ടേക്ക് കെയർ.